നമ്മൾ ഇന്ന് അനാട്ടമിയുടെ പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡെൽറ്റോയിഡ് മസിൽ ആണ്. ഡെൽറ്റോയിഡ് മസിൽ 5 മാർക്സ് ആണ്. കുറെ വർഷം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിഫോർ ദാറ്റ്, എന്താണ് ഡെൽറ്റോയിഡ് മസിൽസ് അല്ലെ? എവിടെയാണ് ഡെൽറ്റോയിഡ് മസിൽസ് നോർമലി ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇതാണ് ഡെൽറ്റോയിഡ് മസിൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ വെക്കില്ലേ, അതാണ് ഡെൽറ്റോയിഡ് മസിലിന്റെ ഈ പോർഷനിൽ കാണുന്നത്. ഓക്കെ, അപ്പം ഡെൽറ്റോയിഡ് മസിൽ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ടെക്സ്റ്റിൽ നല്ലൊരു ഇമേജ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ച് മാർക്ക് ചെയ്യാൻ പഠിക്കുക. ബിക്കോസ് എനിക്ക് പടം വരയ്ക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല. ഡെൽറ്റോയിഡ് ഒരു ട്രയാങ്കുലർ ഷേപ്പ് മസിലാണ്, അഥവാ ഗ്രീക്ക് ഡെൽറ്റ എന്നൊക്കെ പറയും. ഡെൽറ്റ ഷേപ്ഡ്. അപ്പൊ ഈ ഒരു ഗ്രീക്ക് വേർഡ് ഡെൽറ്റയിൽ നിന്നാണ് ഡെൽറ്റോയിഡ് എന്ന് പറയുന്ന മസിലിന് പേര് കൊടുത്തത്. ഇപ്പൊ ട്രയാങ്കിൾ ഷേപ്ഡ് ആണ്. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പടം വരയ്ക്കുക. ഓക്കെ, ഇത് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചാണ് ട്രയാങ്കുലർ ഷേപ്പ്. അപ്പം നമുക്ക് ഡെൽറ്റോയിഡ് മസിൽ എന്താന്ന് നോക്കാം. ഡെൽറ്റോയിഡ് മസിൽസ് ലാർജ് ട്രയാങ്കുലർ ഷേപ്ഡ് മസിൽസ് കവറിംഗ് ദ ഷോൾഡർ ജോയിന്റ്. ഇതുണ്ടോ, ഇതല്ലേ ഷോൾഡർ ജോയിന്റ്. അപ്പം ഈ ഭാഗം കവർ ചെയ്യുന്നതാണ് ഡെൽറ്റോയിഡ് മസിൽസ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റൗണ്ടഡ് കോൺടൂർ ഓഫ് ദ ഷോൾഡർ ആൻഡ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ആ മൂവ്മെന്റ്. ശരിയാണ്, നമ്മുടെ ഷോൾഡറിന്റെ ഇവിടെ ആയിരുന്നത് ഷോൾഡർ മൂവ്മെന്റ്സിനെയും അതേപോലെ തന്നെ നമ്മുടെ ആംബുലർ റൊട്ടേഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എന്താന്ന് എഴുതും? നിങ്ങളത് സെന്റൻസ് ആയിട്ട് എഴുതിക്കോണം. ഞാൻ വളരെ ഷോർട്ട് ആയിട്ടാണ് പറയുന്നത്. ട്രയാങ്കുലർ ഷേപ്ഡ് മസിലാണ്, ഷോൾഡർ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെഴുതാം? ആ മൂവ്മെന്റ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ക്രൂഷ്യൽ റോൾ ഇൻ ദ മൂവ്മെന്റ് ഇത് എഴുതുക. ഇൻട്രൊഡക്ഷനിൽ ഒരു 2 ലൈൻ. അതിന് നിങ്ങൾക്ക് 1 മാർക്സ് യൂണിവേഴ്സിറ്റി തരും. നെക്സ്റ്റ്, കമ്മിങ് ടു ഒറിജിൻ ആണ്. ഏതൊരു മസിലിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒറിജിൻ. ആ മസിൽ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ ഒരു റിവർ ഒഴുകുകയാണ്. ആ റിവർ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പറയണ്ടേ? മലയിൽ നിന്നാണ്, അല്ലെങ്കിൽ റെയിൻ വാട്ടർ വഴിയാണ് വരുന്നത്, അല്ലെങ്കിൽ സ്നോ ഉരുകയാണ് വരുന്നത്. അതേപോലെ തന്നെ ഓരോ മസിലിനും ഓരോ ഒറിജിൻ ഉണ്ട്. അപ്പം ഓൾറെഡി ഇതിന് 3 ഫൈബേഴ്സ് ആണ് ഉള്ളത്. 3 ഫൈബേഴ്സ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഫൈബേഴ്സ് ആണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സി, ഇത് ട്രയാങ്കുലർ ഷേപ്പ് അല്ലേ? 1 2 3. അപ്പം ആദ്യം വരുന്നത് ആന്റീരിയർ ഫൈബർ. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് മിഡിൽ ഫൈബർ ആൻഡ് ദിസ് ഈസ് പോസ്റ്റീരിയർ ഫൈബർ എന്ന് ഓർക്കുക. ഫസ്റ്റ് നമ്മൾ ഒറിജിൻ എഴുതിയിട്ട് ആന്റീരിയർ എന്ന് എഴുതുക. ആന്റീരിയർ എന്ന് എഴുതിയിട്ട് ലാറ്ററൽ തേർഡ് ഓഫ് ദ ക്ലാവിക്കിൾ. അത് നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കാലോ, ഈസി അല്ലേ? ലാറ്ററൽ തേർഡ് ഓഫ് ദ ക്ലാവിക്കിൾ. അപ്പൊ ക്ലാവിക്കിൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ച സാധനം ഇത് ഇവിടെയാണ് ക്ലാവിക്കിൾ. അപ്പം ക്ലാവിക്കിളുടെ ലാറ്ററൽ തേർഡിൽ നിന്നാണ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ ആന്റീരിയർ ഫൈബർ ഓഫ് ദ ഡെൽറ്റോയിഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു ദ മിഡിൽ ഫൈബർ. ഓക്കെ, മിഡിൽ ഫൈബേഴ്സ് എവിടെയാണ്? ആക്രോമിയൻ പ്രോസസ് ഓഫ് ദ സ്കാപ്പുല. സ്കാപ്പുല നമ്മൾ നെക്സ്റ്റ് ഡേ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ആദ്യം പഠിക്കാൻ പറ്റും. ആക്രോമിയൻ പ്രോസസ് ഓഫ് ദ സ്കാപ്പുല എന്ന് എഴുതുക. ഓക്കെ, സോ ഓഫ് ദ സ്കാപ്പുല. ഇത് നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കാമല്ലോ. ഈസി അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ദെൻ കമ്മിങ് ടു ദ പോസ്റ്റീരിയർ ഫൈബർ. പോസ്റ്റീരിയർ ഫൈബർ എവിടെയാണ്? സ്പൈൻ ഓഫ് ദ സ്കാപ്പുല. സ്പൈൻ ഓഫ് ദ സ്കാപ്പുല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓർക്കുക, ആന്റീരിയർ മാത്രം മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. ബാക്കി 2 സ്കാപ്പുലർ റിലേറ്റഡ് ആണ്. സോ നിങ്ങൾക്ക് ഒറിജിൻ ഓർത്തിരിക്കുക എളുപ്പമാണ്. ട്രയാങ്കുലർ ഷേപ്പ് ആണ്. അപ്പൊ തന്നെ നിങ്ങൾ ഓർക്കണം 3 ഒറിജിൻ ഉണ്ട്. ഇവിടുന്ന് ഒരു ഒറിജിൻ, ഇവിടുന്ന് ഒരു ഒറിജിൻ, ഇവിടുന്ന് ഒരു ഒറിജിൻ. അപ്പൊ ഫസ്റ്റ് ഒറിജിൻ എന്ന് പറയുന്നത് ആന്റീരിയർ, ലാറ്ററൽ തേർഡ് ഓഫ് ദ ക്ലാവിക്കിൾ. ഓക്കെ, നെക്സ്റ്റ് മിഡിൽ ഫൈബേഴ്സ് ആക്രോമിയൻ പ്രോസസ് ഓഫ് ദ സ്കാപ്പുല. പോസ്റ്റീരിയർ ഫൈബേഴ്സ് സ്പൈൻ ഓഫ് ദ സ്കാപ്പുല. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. ഇത്രയും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കൂടെ കിട്ടും. അപ്പം 2 മാർക്സ് ആയി. Then coming to the insertion എഴുതുക. ഇൻസേർഷൻ ഒറിജിൻ മാത്രമല്ല, അത് എങ്ങോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം റിവറിന്റെ കാര്യം പറഞ്ഞു. റിവർ പൊതുവെ എങ്ങോട്ടാണ്? ലേക്കിലേക്ക്, കായലിലേക്ക് ഒക്കെ ആയിരിക്കുമല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെരിയാർ, നമ്മുടെ ഇടുക്കിയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന സാധനം എവിടെയാണ് ഇതാകുന്നത്? ആനമുടി മലനിരകളിലാണ് അതിന്റെ ഒരു ഒറിജിനേഷൻ. അത് ചെല്ലുന്ന അറബിക്കടലിലേക്കാണ്. അതേപോലെ തന്നെ ഇൻസേർഷൻ എങ്ങോട്ടാണ്? ഡെൽറ്റോയിഡ് മസിൽ. അപ്പൊ ഓർക്കുക, ഇൻസേർഷൻ എങ്ങോട്ടായിരിക്കും? ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി ഓഫ് ദ ഹ്യൂമറസ് എന്ന് എഴുതുക. ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി ഓഫ് ദ ഹ്യൂമറസ്. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾക്ക് കാണപ്പെട്ട് പഠിക്കാം. വളരെ ഈസിയാണ്. നോക്ക്, അപ്പം എഴുതുക. ഷോൾഡർ ഒരു ഡെൽറ്റോയിഡ് മസിൽ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് മസിലാണ്. ഷോൾഡർ മൂവ്മെന്റ് ആം റൗണ്ടിന് എല്ലാത്തിനും ഉപയോഗിക്കും. ഡെൽറ്റ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. അതുകൊണ്ടാണ് ഡെൽറ്റോയിഡ്. അത് ഓർത്തിരുന്നാൽ മതി, അത് എഴുതണ്ട.
ദെൻ ട്രയാങ്കിൾ വരച്ച് നോക്കുക. ആന്റീരിയർ ഉണ്ട്, മിഡിൽ ഉണ്ട്, പോസ്റ്റീരിയർ. ആന്റീരിയർ എന്ന് പറയുന്നത് ലാറ്ററൽ തേർഡ് ഓഫ് ദ ക്ലാവിക്കിള്, ഇത് രണ്ടും സ്കാപ്പുലയാണ്. അപ്പം ആക്രോമിയം ഓഫ് ദി സ്കാപ്പുല, സ്പൈൻ ഓഫ് ദി സ്കാപ്പുല. ഇത്ര എഴുതാം. ഇൻസേഷൻ, ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി ഓഫ് ദ ഹ്യൂമറസ് ഒന്ന് എഴുതുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക്. ഇനി നിങ്ങൾ വേറെ ഒന്നും എഴുതിയാലും ഇത്ര എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഴ്സ് മാർക്ക് തരും. ഓക്കെ, അപ്പൊ എല്ലാവരും നോക്കിയല്ലോ. ഡെൽറ്റോയിഡ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമ്മൾ ഇൻസേഷൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ റബ് ചെയ്യാനല്ലേ നമ്മൾ ടൈം എടുക്കുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു നമ്മള് നോക്കാം. ഇൻസേഷൻ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈയിലേക്കാണ് പോകുന്നത്. നെർവ് സപ്ലൈ, ഏത് നെർവാണ് അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നതെന്ന് ഓർക്കുക. ആക്സിലറി നെർവാണ്. ആക്സിലറി നെർവ് ആണ്. അപ്പൊ ആക്സിലറി നെർവ് നമ്മുടെ ഈ ഭാഗത്തുള്ള, അറിയാലോ, ആക്സില എടുത്തുള്ളത്. അപ്പം ഇതിന്റെ C5 C6 ആണ്. ഇത് എഴുതണം, നെർവ് റൂട്ട് എഴുതണം. C7 വരെ ഉണ്ട്, പക്ഷെ C5 C6 ആണ് ആക്സിലറി നെർവ് ഡെൽറ്റോയിഡ് മസിൽ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ റൂട്ട് C5 C6 ആണ് ഡെൽറ്റോയിഡ് മസിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിന് 1 മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ദ ബ്ലഡ് സപ്ലൈ എഴുതുക. ബ്ലഡ് സപ്ലൈ പോസ്റ്റീരിയർ, ഇത് നിങ്ങൾ കാണാപ്പാടം തന്നെ പഠിക്കണം. പോസ്റ്റീരിയർ സർക്കംഫ്ലെക്സ് ഹ്യൂമറൽ ആർട്ടറി ആണ്. Humeral artery. Okay. Then coming to deltoid branch of thoracoacromial artery. നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഓൾറെഡി ആക്രോമിയം പ്രോസസ് വരുന്നുണ്ട്. ഇത് ഹ്യൂമറസ്, ഈ ഭാഗം ഹ്യൂമറസിന്റെ പോസ്റ്റീരിയർ സർക്കംഫ്ലെക്സ് ഹ്യൂമറൽ ആർട്ടറി, ഡെൽറ്റോയിഡ് ബ്രാഞ്ച് ഓഫ് ദ തൊറാക്കോ acromial artery. ഇതിന് 1 മാർക്സ് നൽകിക്കും. നെക്സ്റ്റ് കമ്മിങ് ടു ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് ഇപ്പൊ അനാറ്റമിയിൽ കാര്യമായിട്ട് എഴുതുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആന്റീരിയർ ഫൈബേഴ്സ് ഷോൾഡർ ഫ്ലെക്ഷൻ, മീഡിയൽ റൊട്ടേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ അഡക്ഷൻ, മിഡിൽ ഫൈബേഴ്സ് ഷോൾഡർ അബ്ഡക്ഷനും, പോസ്റ്റീരിയർ ഫൈബേഴ്സ് ഷോൾഡർ എക്സ്റ്റൻഷൻ, ലാറ്ററൽ റൊട്ടേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ അബ്ഡക്ഷൻ. ഇത് ബയോമെക്കിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ ഫംഗ്ഷൻ. നമുക്ക് നോർമലി എന്താ ഷോൾഡർ മൂവ്മെന്റ് അങ്ങനെയൊക്കെ എഴുതുക. ഓക്കെ, ദെൻ പടം വരയ്ക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഞ്ചുറീസ് വേണമെങ്കിൽ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു എഴുതാം. ഇതൊന്നും വരുന്നില്ല, ഇതൊക്കെ ക്ലിനിക്കൽ സൈഡിലേക്കാണ് വരുന്നത്. 3rd ഇയർ ആണ്. അതേപോലെ തന്നെ ഫംഗ്ഷൻസ് ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതിയ സാധനം തന്നെ ഫംഗ്ഷനിൽ എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഷോൾഡർ മൊബിലിറ്റിക്കും സ്റ്റെബിലിറ്റിക്കും ആണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു കൺക്ലൂഷനും കൂടെ എഴുതാം. കൺക്ലൂഷൻ. ആൻഡ് ഇഫ് യു ഡ്രോ ദ പിക്ചർ ഓൾസോ ഡെൽറ്റോയിഡ് മസിലിന്റെ യു വിൽ ഗെറ്റ് 5 out of 5. 5 മാർക്കും യൂണിവേഴ്സിറ്റിക്കാർ തരും പ്രോപ്പർ ആണെങ്കിൽ. അപ്പം ഇതാണ് ഡെൽറ്റോയിഡ് മസിൽ. അപ്പം കൃത്യമായിട്ട് പഠിക്കുക. കുറെ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഡെൽറ്റോയിഡ് മസിൽ. ആൻഡ് ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഇഞ്ചക്ഷൻ വെക്കുന്ന ഇൻട്രാ IM നമ്മൾ വെക്കില്ല, ഇഞ്ചക്ഷൻ, അതൊക്കെ നിങ്ങൾ ഡെൽറ്റോയിഡ് മസിലാണ് ഓർക്കുക. അപ്പം ഇത്രയും പഠിക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.